അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് ഇവിടെ യഥാർത്ഥ കഥ തുടങ്ങാൻ പോകുന്നത് രാജാവിൻ്റെ സ്വപ്നം. വഖാലൽ മലികു ഇന്നി അറ സബ്അ ബഖറാത്തിൻ സിമാനി യഅകുലുഹുന്ന സബ്ഉൻ ഇജാഫ് വസബ്അ സുംബുലാത്തിൻ ഖുദ്രിൻ വഉഖറ യാബിസാത്ത് യാ അയ്യുഹൽ മലഉ അഫ്തൂനി ഫി റുഅയായ ഇൻ കുൻതും ലിർറുഅയ തഅബുറൂൻ. അല്ലേ, അവിടെ രാജാവ് ഇന്നി അറ എന്താ സബ്അ ബഖറാത്തിൻ. അറ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കണ്ടു എന്നല്ല. അറ എന്ന് പറഞ്ഞെങ്കിൽ സ്വപ്നം കണ്ടു എന്നല്ല. പിന്നെയോ അറ എന്നുള്ളത് മുതാരിയാണല്ലോ. ഇത് തെക്രാറിനെ തന്നെ അറിയിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നു എന്നുണ്ടെങ്കിൽ ആ സമയത്ത് കാണുന്നില്ല. പിന്നെയോ ഈ സ്വപ്നം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നില്ലേ, തുടർച്ചയായി കാണുന്നു ആ അർത്ഥത്തിലാണ്. അപ്പോൾ ഈ സ്വപ്നം പലതവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നി അറ എന്ന് പറഞ്ഞത്. ഞാൻ കാണുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇൻ കുൻതും ലിർറുഅയ തഅബുറൂൻ, നിങ്ങൾ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നവരാണ് എങ്കിൽ പിന്നെ പ്രമാണികന്മാരോട് പ്രമുഖരോട് പറഞ്ഞു ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരൂ എന്ന്. അപ്പം അതിനുള്ള അവരുടെ പ്രതികരണമാണ് ഖാലു അദ്ഗാസു അഹ്ലാമിൻ വമാ നഹ്നു ബിതഅ്വീലിൽ അഹ്ലാമി ബിആലിമീൻ. ഖാലു അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ അൽമല പറഞ്ഞു. രാജാവ് ആരെ വിളിച്ചിട്ടാണ് പറഞ്ഞത്? വ്യാഖ്യാനം പറഞ്ഞ് അയ്യുഹൽ മല, പ്രമാണിമാർ, പ്രമുഖർ, അവരെ വിളിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇതർത്ഥം അന്നാളുകളിൽ ഈജിപ്തിൽ ഈ സ്വപ്ന വ്യാഖ്യാനം പറയുക എന്നുള്ളത് പൊതുവെ ഉണ്ട്. പിന്നെ എല്ലാ ആളുകൾക്കും കഴിയുന്ന ഒരു വിഷയമല്ല സ്വപ്നം വ്യാഖ്യാനിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രമുഖരെയും പിന്നെ മുഖ്യ ആളുകളെയൊക്കെ വിളിച്ചിട്ട് ചോദിച്ചത്. പിന്നെ അവിടെ അൽ മലിക്കു എന്ന് പ്രയോഗിച്ചത് ഖാലൽ മലിക്കു, രാജാവ് പറഞ്ഞതാണ്. ഈജിപ്തിൻ്റെ ചരിത്രത്തിലൊക്കെ ഈ ഫിർഔൻ എന്നാ പറയാം ഈജിപ്തിനെ ഭരിച്ചവരെ കുറിച്ച്. അപ്പോൾ അവിടെ ചില തഫ്സീറുകൾ പറയുന്നത്, പ്രത്യേകിച്ച് ഈജിപ്തുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ഈജിപ്തിലുള്ള പണ്ഡിതന്മാർ പറയുന്നത്, ഇപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ഈജിപ്തിൽ ഉണ്ടായിരുന്നത് ഒരു ഫിറൗനാണ്. ജബ്ബാർ മിനൽ ജബാബിറ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഭയങ്കര ഒരു ധാർഷ്ട്യതയുള്ള ഒരു ഭരണാധികാരിനെ കുറിച്ച് പറയുന്നുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് പറയുന്നതും ഫിറൗന്മാരെ കുറിച്ചാണ്. പക്ഷേ ഇവിടെ അൽ മലിക് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം ആയപ്പോൾ പിന്നെ കർഷകരുടെ നേതാവായ ഒരു രാജാവ്, എന്താണ് ഹക്സൂസ് അങ്ങനെയുള്ള ഒരു ടീം, അവർ ഇടയർ റുആത്ത്, അവരുടെ ഒരു രാജാവ്. ഇപ്പോൾ നമ്മൾ ഈ അടിമവംശ സ്ഥാപകർ മൗലന്മാരുടെ ഭരണകാലത്തെ കുറിച്ച് പറയില്ലേ, അതേപോലെ പിന്നെ ഈ അടിമവംശത്തിൽ ഭരണാധികാരികളൊക്കെ വന്ന് വഹിക്കൂല, അതേപോലെ ഒരിടവേള പിന്നെ ഇങ്ങനെ ഈ ഇടയന്മാർക്ക് അധികാരം കിട്ടിയൊരു കാലം ഉണ്ടായിരുന്നു ഈജിപ്തിൽ. അതുകൊണ്ടാണ് വഖാലൽ മലിക് എന്ന് പറഞ്ഞത്. അതില്ല എങ്കിൽ ഈജിപ്തിനെ ഭരിച്ചത് കിപ്തികളുടെ നേതാവാണ്. കിപ്തികളുടെ നേതാക്കന്മാർക്ക് പറയുന്നത് എന്താണ്? ഫിർഔൻ എന്നാണ്. അങ്ങനെ അവിടെ എനിക്കൂടെ മുത്തവല്ലിയ ഷാറാവിയാണ് ആ വിഷയം. അദ്ദേഹം ഈജിപ്തുകാരനാണ്. അലാകുല്ലി ഇവിടെ ഈ പ്രമുഖർ പറഞ്ഞു അദ്ഗാസു അഹ്ലാമിൻ വമാ നഹ്നു ബിതഅ്വീലിൽ അഹ്ലാമി ബിആലിമീൻ. എന്താ അദ്ഗാസ് അഹ്ലാം? അഹ്ലാം എന്ന് പറഞ്ഞാൽ ഹുൽമിൽ നിന്നാണ്. ഹുൽമ് ശരിക്ക് ഹുൽമ് പാഴ്സ്വപ്നത്തിനാണ് പൊതുവെ പറയാം. പാഴ്സ്വപ്നം നിസ്ലാസം തങ്ങൾ പറഞ്ഞ അർറുയ മിനല്ലാഹ് വൽ ഹുൽമു മിനശ്ശൈത്താൻ. അർറുയ എന്ന് പറഞ്ഞാൽ സത്യമായ ഭവിക്കുന്ന സ്വപ്നം. അർറുയ സാദിഖ എന്ന് പറയും, സത്യസന്ധമായിട്ടുള്ള സ്വപ്നം. അത് മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്തയാണ്. വൽ ഹുൽമു മിനശ്ശൈത്താൻ, ശൈത്താനിൽ നിന്നാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇദാ ഹലമ അഹദുകും ഹുൽമൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരു ഹുൽമ് കണ്ടാൽ യക്റഹു, അവൻ അതിനെ വെറുക്കുന്നു, അല്ലെങ്കിൽ യഖാഫു, അതിനെ അവൻ ഭയക്കുന്നു, പേടിപ്പെടുത്തുന്ന പിന്നെ അനിഷ്ടം
പെടുത്തുന്ന വല്ല ഹുൽമും കണ്ടാൽ ഫലിയസ്തഈദ് ബില്ലാഹി മിൻഹു, അതിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടട്ടെ. ഫലിയബ്സുഖ് അൻ യമീനിഹി, ഇടത് ഭാഗത്തേക്ക് അവൻ പാറ്റി തുപ്പട്ടെ എന്നൊക്കെ പറഞ്ഞില്ലേ. അത് ഹുൽമിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഹുൽം എന്ന് പറഞ്ഞെങ്കിൽ അത് പൈശാചിക പിന്നെന്താണ് ശല്യങ്ങളാണ്, തോന്നിപ്പിക്കലും കാണിപ്പിക്കലൊക്കെയാണ്. അതാണ് ഹുൽമ്. ചിലപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ളതാവില്ല, മനുഷ്യന്മാരെന്ത് ചെയ്യണം, അങ്ങനെ ആലോചിച്ച് കിടന്നിട്ടുണ്ടാകുന്ന ചില കാഴ്ചകളുണ്ട്, അതിനും ഹുൽമ് എന്ന് പറയും. അപ്പോൾ അതാണ് ഇവിടെ അഹ്ലാം. അദ്ഗാസ് എന്ന് പറഞ്ഞെങ്കിൽ എന്താ അദ്ഗാസ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അദ്ഗാസു അഹ്ലാമിൻ എന്ന് പറഞ്ഞെങ്കിൽ ലാ തഅ്വീല ലഹ, ഇതിനൊരു വ്യാഖ്യാനമൊന്നുമില്ല, ഇതൊരു പാഴ്സ്വപ്നം. അതാണ്, ഇത് പാഴ്സ്വപ്നമാണ്. ലാ തഅ്വീല ലഹ, ഇതിനൊരു വ്യാഖ്യാനമല്ല. അതാണ് ഇമാം ബുഖാരി പറഞ്ഞത്. അദ്ഗാസ് അഹ്ലാം എന്ന് പറഞ്ഞാൽ അല്ലത്തി ലാ തഅ്വീല ലഹ, വ്യാഖ്യാനമില്ലാത്ത കിനാവുകൾ, പാഴ്സ്വപ്നങ്ങൾ, കിനാവുകൾ. അതാണ് ഇമാം ബുഖാരി പറഞ്ഞത്. പക്ഷെ ഇവിടെ അദ്ഗാസ് എന്ന് പ്രയോഗിച്ചപ്പോൾ ദിഗ്സ് അഗ്ദാസ് എന്ന് പറഞ്ഞാൽ എന്താ? ദിഗ്സ് നമുക്ക് വന്നാണല്ലോ. എന്താ ദിഗ്സ്? സൂറത്ത് സാദിൽ വന്നില്ല, എന്താ പറഞ്ഞത്? ഖുദ് ദിഗ്സൻ മിനൽ അർദി ഫദ്രിബ് ബിഹാ വലാ തഹ്നസ്. ദിഗ്സ് പിടിക്കാൻ പറയുന്നുണ്ട്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമ ഉണ്ടല്ലോ ചെയ്ത ഒരു ശബദാണ്, 100 അടി അടിക്കാൻ, ഭാര്യയെ 100 അടി അടിക്കാനുള്ള ശബദാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ശബദം നിർവഹിക്കാൻ പറയാണ്, ഒരു ദിഗ്സ് എടുക്കാൻ. ദിഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഒരു പിടിയാണ്. അതിൽ ചിലപ്പം ഓലുണ്ടാവും, ചിലപ്പം അതിൽ പിന്നെ നാരുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പിടി ഇടിച്ചിട്ട് അതുകൊണ്ട് അടിച്ചിട്ട് സത്യം പാലിക്കാൻ പറയുന്ന ഒരു വിഷയമുണ്ട്. ഭാര്യയിൽ നിന്ന് വന്നൊരു വീഴ്ചയുടെ വിഷയത്തിൽ ഒരു സഹാബി ഹദീസിൽ കാണാം, രോഗിയായി ശോഷിച്ചു, നടക്കാൻ വയ്യാത്ത ഒരവസ്ഥ വന്ന്, അങ്ങനെ പിന്നെ അദ്ദേഹത്തിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു വീഴ്ചയും സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റ സൂക്ഷിച്ച് വീഴാൻ പോകുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു സ്ത്രീയെ കണ്ടപ്പോൾ വികാരഭരിതമായി ആ സ്ത്രീയെ പ്രാപിച്ചു. അപ്പോൾ പിന്നെ അദ്ദേഹം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആളെ പറഞ്ഞേക്കണം, റസൂലെ എൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, അയാളെ 100 അടി അടിക്കാൻ പറയണം. അപ്പോൾ സഹാബികൾ പറയണം, റസൂലെ അയാളെ 100 അടി അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് അയാൾ പണി തീരും എന്ന് പറയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഫഖുദു ഇസ്കാലൻ മിൻ ഷമാരീഖ്. ഈ ഈത്തപ്പനിൻ്റെ പട്ടുണ്ടല്ലോ, അതിനാണ് ഇസ്കാൽ എന്ന് പറയുക. അതിൽ ഷമാരീഖ് ഉണ്ട്. ഷമാരീഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈത്തപ്പൻ ഉണ്ടാകുന്ന നാര് അല്ലേ, അത് 100 എണ്ണമുള്ള ഒരു എണ്ണ എടുത്തിട്ട് അയാളെ അടിക്കാൻ പറയുന്നുണ്ട്, ഒരടി. ഇസ്ലാമിക ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടല്ല, അതിൻ്റെ ഒരു ലക്ഷ്യം ആളെ കൊല്ലല്ല, ആളെ ഒതുക്കലല്ല, പിന്നെയോ ചില മാറ്റങ്ങൾക്കുള്ള ചില സബബാവുക എന്നുള്ളതാണ്. എൻ്റെ ഉദാഹരണമാണ് ഇത്. ഒരു ഈത്തപ്പനിൻ്റെ കൊലുള്ള ആ ഒരു പട്ടെടുത്തിട്ട് ഒരു അടി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ 100 അടിയായി എന്നുള്ളതാണ് അവിടെ. അലാക്കുല്ലി ഇവിടെ നമ്മുടെ വിഷയം ദിഗ്സ് എന്ന് പറഞ്ഞേ, ദിഗ്സ് എടുത്തിട്ട് അടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ദിഗ്സിൽ എന്താണ്? അതിൽ പലതും ഉണ്ടാവും, നാരുണ്ടാവും, ഓല ഉണ്ടാവും, പിന്നെ ഇല ഉണ്ടാകും, അതൊരു പിടി വാരിയിട്ട്. ഇവിടെ അദ്ഗാസ് അഹ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഈ പാഴ്സ്വപ്നങ്ങൾ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം, അതിനൊരു വ്യാഖ്യാനമല്ല. പല കാഴ്ചകളും നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിനൊരു വ്യാഖ്യാനമൊന്നുമില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഖാലു അദ്ഗാസു അഹ്ലാമിൻ, നിങ്ങൾ കണ്ട 7 തടിച്ച പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുന്നതും 7 പച്ച കതിരുകൾ, ഉണങ്ങിയ കതിരുകൾ, ഇതൊക്കെ എന്താണ്? അദ്ഗാസ് അഹ്ലാം എന്ന് പറയുന്നത്. അതിനൊരു വ്യാഖ്യാനമൊന്നുമില്ല. എന്നിട്ട് ഇവർ പറയാണ്, വമാ നഹ്നു ബിതഅ്വീലിൽ അഹ്ലാമി ബിആലിമീൻ. വമാ നഹ്നു, ഞങ്ങളല്ല. ഞങ്ങളെന്ന് പറഞ്ഞെങ്കിൽ ഈ പ്രമാണിമാർ പറയാണ്, രാജാവ് വിളിച്ചു കൂട്ടിയ ആ മലക് പറയാണ്, വമാ നഹ്നു, ഞങ്ങളല്ല, ബിതഅ്വീലിൽ അഹ്ലാം, അഹ്ലാമിനെ വ്യാഖ്യാനിക്കുന്നതിൽ ബിആലിമീൻ, അറിവുള്ളവർ. ഈ പേക്കിനാവുകളെ അല്ലെങ്കിൽ ദുസ്വപ്നങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാം കിനാവുകൾ, അതിനെ വ്യാഖ്യാനിക്കുന്നതിന് അറിവുള്ളവരല്ല ഞങ്ങൾ. ബി ആലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിൽ വിവരമുള്ളവരല്ല ഞങ്ങൾ എന്നവർ പറഞ്ഞു. അവർ കൈ കഴുകി. കണ്ട, ഹുൽമുകളെ എന്ന് പറഞ്ഞാൽ ഈ പൈശാചിക ശല്യമായിട്ട് വരുന്ന സ്വപ്നങ്ങൾ, അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ മനസ്സിൽ തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടാകുന്ന കാഴ്ചകളുണ്ടല്ലോ, അതിനൊക്കെ വ്യാഖ്യാനിക്കാൻ വിവരമുള്ളവരല്ല, അറിവുള്ളവരല്ല ഞങ്ങൾ ഒരിക്കലും എന്ന് ഇവർ രാജാവിനോട് പറഞ്ഞു. അതിലുള്ള ഒരു വിഷയം പണ്ഡിതന്മാർ പറയണത് അഫ്തൂനി ഫി റുയായ എന്നാണ്, എൻ്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയൂ എന്നാണ്. ഇവർക്ക് അത് അറിയില്ല. അവരെന്താ ചെയ്തത്? അറിയില്ല എന്നുള്ളത്, അറിയാത്തത് അറിയില്ല എന്ന് അവർ തുറന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ നോക്കി നിങ്ങൾ,
അവർ രാജാവിന് വേണ്ടിയിട്ട് വല്ലതും വ്യാഖ്യാനിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അവർ അവിടെ ആ സന്ദർഭത്തിൽ രാജാവാണ് ചോദിച്ചത്, അപ്പോൾ രാജാവിനെ പിന്നെ ഒന്ന് മെഴുകാൻ എന്തെങ്കിലും ഒരു വ്യാഖ്യാനം പറഞ്ഞിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? എന്താവുക പറയും? ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്താ? അതൊരു നാടിൻ്റെ വിഷയമാണ്, ഒരു നാട്ടുകാരുടെ മുഴുവൻ വിഷയമാണ്. 7 വർഷം പട്ടിണി ഒരു നാടിന് പിടികൂടുന്ന വിഷയമാണ്. ഇവർ ജഹല് കൊണ്ട് വിവരക്കേട് കൊണ്ട് വ്യാഖ്യാനം പറഞ്ഞിരുന്നുവെങ്കിൽ ഈജിപ്റ്റ് മിസ്ർ എന്ന് പറയുന്ന നാട് കുട്ടിച്ചോറാകുമായിരുന്നു, ആ നാട്ടുകാർ നശിക്കുമായിരുന്നു. അതാണ് ഈ വിവരമില്ലാത്ത വർത്തമാനം പറഞ്ഞതിൻ്റെ ഒരപകടം. പക്ഷെ അവരെന്ത് ചെയ്തു? അവരൊരിക്കലും ആ പണി ചെയ്തില്ല. അവർ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് മൻഖാല ലാ അദ്രി ഫഖദ് അഫ്ത എന്നാണ്. ഒരാൾ ലാ അദ്രി എന്ന് പറഞ്ഞാൽ അവൻ ഫത്വ നൽകിയെന്നാണ്. എങ്ങനെ ലാ അദ്രി പറഞ്ഞാൽ? ഇപ്പോൾ ഒരാൾ നമ്മളോടൊരു മസല ചോദിച്ചു, അത് ഞാൻ പറയുന്നത് ലാ അദ്രി, എനിക്കറിയില്ല. ഫഖദ് അഫ്ത എന്നാണ്, അവൻ ഫത്വ നൽകിയെന്നാണ്. എങ്ങനെ ഫത്വ നൽകിയാലാണ്? അപ്പം അയാൾ എന്ത് ചെയ്യും? ഇവന് ലാ അദ്രി എന്ന് പറയുന്നതോടുകൂടി ഇവന് ചോദ്യകർത്താവ് വേറൊരാളായിട്ട് പോയിട്ട് എന്ത് ചെയ്യും? ഫത്വ ചോദിക്കും, വിവരം അന്വേഷിക്കും, കാര്യം തിരക്കും അല്ലേ? അതേസമയം ഇവന് അറിയില്ല, പക്ഷെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലോ ഈ വിവരക്കേട് കൊണ്ട് മറ്റൊന്ന് നടക്കണ്ടേ? അതാണ് മൻ ഖാല ലാ അദ്രി ഫഖദ് അഫ്ത എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതതിൻ്റെ ഒരു പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയമാണ്. പിന്നെ ഈ പ്രയോഗം, ഈ അദ്ഗാസു അഹ്ലാമിൻ, രാജാവാണ് ചോദിച്ചത് അഫ്തൂനി ഫിറയ, എൻ്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയും. അപ്പോൾ ഇവർ പറഞ്ഞ് അദ്ഗാസു അഹ്ലാമിൻ എന്ന് അല്ലേ, ഇതിനൊരു വ്യാഖ്യാനമല്ല, ഇത് നിങ്ങൾ കുറേ എന്തൊക്കെയോ കണ്ടു അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് നോക്കി അവർ അവതരിപ്പിച്ചത്, രാജാവേ നിങ്ങൾ കണ്ടത് അദ്ഗാസ് അഹ്ലാമീൻ, ഇതിന് പിന്നെ അത് പൊട്ടത്തരാൻ അങ്ങനെയൊന്നും അവർ പറഞ്ഞില്ല. അദ്ഗാസ് അഹ്ലാമീൻ എന്ന് പറഞ്ഞ് നിർത്തി. അത് പിന്നെ അഭിസംബോധനയിൽ നമ്മൾ ആരോട് വർത്തമാനം പറയുന്ന അവരോടുള്ള ആ വർത്തമാനത്തിൻ്റെ മാന്യത പുലർത്തേണ്ടതിൻ്റെ ഒരു ശൈലിയാണ് എന്നൊക്കെ പണ്ഡിതന്മാർ ഇതിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. അലാക്കുല്ലിൻ അതാണ് പോട്ടെ. ഇനി നമുക്ക് അടുത്ത ആയത്ത്. ഇപ്പോൾ കൊട്ടാരത്തിലല്ല ഇത് നടക്കുന്നത്. അപ്പോൾ കൊട്ടാരത്തിൽ ആരുണ്ട്? വഖാലല്ലദീ നജാ മിൻഹുമ വദ്ദകറ ബഅദ ഉമ്മത്തിൻ അന ഉനബ്ബിഉകും ബിതഅവീലിഹി ഫഅർസിലൂൻ. വഖാലല്ലദീ നജാ മിൻഹുമ, അവരിരുവരിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി പറഞ്ഞു. നജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. അല്ലദീ നജ രക്ഷപ്പെട്ടവൻ, ഖാല അവൻ പറഞ്ഞു. മിൻഹുമ അവരിരുവരിൽ നിന്ന് പറഞ്ഞാൽ ഈ അവരിരുവരും ഒരു എന്താണ് സുപ്രധാന വിഷയമാണ്. അതായത് ജയിലിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേർ, സാഹിബാസിജിൻ, ജയിലിലെ കൂട്ടുകാർ, അവരിരുവരും. ആ 2 പേരിൽ രക്ഷപ്പെട്ടവൻ പറഞ്ഞു, രക്ഷപ്പെട്ടവൻ. അപ്പോൾ ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ല, അയാൾക്ക് എന്തേ സംഭവിച്ച്? മിൻഹു എന്നാണ്. അയാൾ ക്രൂശിക്കപ്പെടുന്നുള്ളതാണ്. അയാൾ ക്രൂശീകരണത്തിന് വിധേയനായി, അയാൾ ശിക്ഷിക്കപ്പെട്ടു, ഇവൻ രക്ഷപ്പെട്ടു. അപ്പൊ രക്ഷപ്പെട്ടവൻ പറഞ്ഞു, അവനവിടെ ഉണ്ട്. രാജാവ് ഇത് കണ്ട് ചോദിക്കുമ്പോൾ വഖാലല്ലദീ നജാ മിൻഹുമ വദ്ദകറ ബഅദ ഉമ്മത്തിൻ. എന്താ വദ്ദകറ ബഅദ ഉമ്മത്തിൻ? ഉമ്മത്തിന് ശേഷം ഇദ്ദകറ. ഇദ്ദകറ എന്ന് പറഞ്ഞാൽ എന്താ? ഓർത്തു. ഇദ്ദകറ, ഈ ഇദ്ദകറ എന്നുള്ളത് അല്ല ദക്കറയിൽ നിന്നാണ്. ദക്കറ എന്ന് പറഞ്ഞാൽ ഓർത്തു, ഓർത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദക്കറ എന്നല്ല പറഞ്ഞത്, വദക്കറ ബഅദ ഉമ്മത്തി എന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? വദ്ദകറ ബഅദ ഉമ്മത്തി എന്നാണ്. ഈ ദക്കറ എന്നുള്ളതിൻ്റെ ഇഫ്താല വസ്നാണ് ഇദ്ദകറ. ഇതിൻ്റെ ഒറിജിനൽ ഇങ്ങനെയാണ്, ഇത് തക്കറ എന്നാണ്. ഇത് തക്കറ ഇഫ്താല വസ്നാണ്. ഈ ഇദ്ദകറ എന്നുള്ളത് ഇത് തക്കറയാണ്. ഈ താനെ ആരാക്കി മാറ്റി? ഇതിനെ ദാലാക്കി മാറ്റി അല്ല. ഈ ദാലിനെയും തായിലേക്ക്, പിന്നെ ഈ ദാലിലേക്ക് ഇദ്ഗാം ചെയ്തിട്ട് ദാലിനെയും ദാലാക്കിയിട്ട് അതാണ് ഇദ്ദകറ. ഇദ്ദകറ ഇത് തക്കറ എന്നുള്ളത് ഇത് ദക്കറ എന്നാക്കിയിട്ട് അതാണ് ഇദ്ദകറ. ഇനിയാണ് നഹ്വിൽ ഇബ്ദാൽ എന്ന് പറയാം. ഇബ്ദാൽ, ഇഅ്ലാല്, ഇബ്ദാൽ എന്ന് പറയും. ഇഅ്ലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലത്തിൻ്റെ ഹർഫുകളെ മാറ്റും. വാവിനെ അലിഫാക്കും, അലിഫിനെ യാ ആക്കും, അല്ലെങ്കിൽ വാവിനെ യാ ആക്കും. ഇങ്ങനെ അതിന് വ്യാകരണത്തിൽ ഇഅ്ലാൽ എന്ന് പറയും. സഹിഹായ ഹർഫുകൾ, സഹിഹായ ഹർഫുകൾ എന്ന് പറഞ്ഞാൽ ഇല്ലത്തിൻ്റെ ഹർഫുകളല്ലാത്ത, അലിഫ് വാവ് യാ അല്ലാത്ത ഹർഫുകൾ ഉണ്ടല്ലോ, അതിൽ മാറ്റം വരുത്തും. ദാലിനെ താ ആക്കുക, അതേപോലെ തന്നെ ദാലിനെ ദാലാക്കുക, ഇങ്ങനെയൊക്കെ വരും. സായാക്കുക, തായിനെ ഇങ്ങനെയൊക്കെ വരും. അതിനാണ് ഇബ്ദാൽ എന്ന് പറയുക. ഇവിടെ ഇബ്ദാലിന് വിധേയമായിട്ടാണ് ഇദ്ദകറ.
ദക്കറയും ഇദ്ദക്കറയും ഇദ്ദക്കറ ഉണ്ടല്ലോ, ഇത് എന്തുണ്ട് വ്യത്യാസമുണ്ട്. ദക്കറ സുലാസിയാണ്, 3 അക്ഷരമുള്ളത്, ദാല് കാഫ് റ അല്ലേ. ഇദ്ദക്കറയിൽ എത്ര അക്ഷരമുണ്ട്? 5 ഉണ്ട് അല്ലേ. സുലാസി മസീദാണ്, ഇതിൽ അലിഫും താവും ഏറുണ്ട്. ഇതിൽ അസിയാദത്ത് ഫിൽ മബാനി സിയാദത്ത് ഫിൽ മാന, നിർമ്മാണത്തിൽ ഏറുണ്ട് എങ്കിൽ ആശയത്തിൽ ഏറുണ്ട്. ഇവിടെ നിർമ്മാണത്തിൽ ഏറുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ആശയത്തിൽ ഏറെ വേണം. അപ്പം ഇവിടെ ഉണ്ടല്ലോ വദ്ദക്കറ ബഅദ ഉമ്മത്തിൻ, ഉമ്മത്തിന് ശേഷം വദ്ദക്കറ എന്ന് പറഞ്ഞെങ്കിൽ ഇവൻ ഓർക്കല്ല, പിന്നെയോ ഇവൻ കുറച്ചേരം ഓർക്കുകയാണ്. കാരണം എന്താ, ഇപ്പം എത്ര വർഷം കഴിഞ്ഞ് ഇയാളൊരു പണി ഏൽപ്പിച്ചിട്ടാണ് യൂസുഫ് പറഞ്ഞയച്ച്. എന്താ പറഞ്ഞയച്ച്? നിങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്നെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടല്ലേ പറഞ്ഞയച്ചത്. പക്ഷെ ഫാൻസാഹു ശൈത്താനു ദിക്ര റബ്ബിഹി ഫലബിസ ഫിസ്സിജ്നി ബിദ്അ സിനീൻ, ഈ ഒരു മനുഷ്യൻ്റെ മറവി കാരണത്താൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ വർഷങ്ങൾ, അത് 7 എണ്ണം പിന്നെ ജയിലിൽ കടന്ന്. അപ്പം നോക്കി 7 വർഷത്തിന് ശേഷമാണ് ഇയാൾ എന്ത് ചെയ്യണത്, ഇപ്പോൾ ഓർക്കുന്നത്. അതുകൊണ്ട് അത് ചെറിയൊരു ഓർമ്മയല്ല, പിന്നെയോ അയാൾ ഓർക്കുകയാണ്, അന്നത്തെ 7 വർഷം മുമ്പത്തെ കാര്യങ്ങൾ ഓർക്കുകയാണ്. പിന്നെ മാത്രമല്ല അയാൾ ഓർക്കുമ്പോൾ ഇനി എങ്ങനെ യൂസുഫിൻ്റെ അടുത്തേക്ക് പോകും, അതൊക്കെ ഇവിടെ വിഷയമുണ്ട്. പിന്നെ ഈ ഒരു വിഷയം മാത്രമല്ല അയാളുടെ ചിന്തയിൽ, മനസ്സിലായോ, അയാളുടെ ചിന്തയിൽ വരുന്നത് യൂസുഫുമായി ബന്ധപ്പെട്ടിട്ട് ഇത് അവതരിപ്പിക്കുന്ന വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വദ്ദക്കറ എന്ന് പ്രയോഗിച്ചത്, വദ്ദക്കറ എന്ന് പറയാതെ വദ്ദക്കറ എന്ന് പറഞ്ഞത്. അയാൾ ജയിലിൽ നിന്ന് പിന്നെ APJ അബ്ദുൽ ഖാദർ വലിയൊരു കഥ അറിയലുണ്ടല്ലോ. പിന്നെ 2 ഗ്രാമക്കാർ, അപ്പോൾ 2 ഗ്രാമക്കാർക്കിടയിൽ വലിയൊരു ഉയരമുള്ള മതിലാണ് ഇവരെ വേർതിരിക്കണത്. ആ ഗ്രാമത്തിൽ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് കാണൂല, കാരണം ഉയരമുള്ള മതിലാണ്. അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഭയങ്കര ആഘോഷം, അവിടെ വളരെ പിന്നെ പൊട്ടിച്ചിരി തമാശ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവർക്കിത് അറിയുന്നില്ല അവിടെ എന്തിനാണ് ഇവർ സന്തോഷിക്കണം ആഹ്ലാദിക്കണമെന്നുള്ളത്. പക്ഷേ ഇവർക്കിത് അറിയാൻ കൗതുകം ഇപ്പറയുള്ളവർക്ക്. അപ്പോൾ ഏതായാലും പിന്നെ അവിടെ എന്താ നടക്കണമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഒരുത്തനെ ഈ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്തു, വളരെ സാഹസപ്പെട്ട് എല്ലാവരും കൂടി ഏറ്റി മോൾക്ക് കയറി എന്ന് കണ്ടെന്ന് ചെയ്തു. ഒരുത്തനെ ഇവർ ഈ മതിലിൻ്റെ മുകളിൽ പിടിച്ച് കയറ്റിയെന്നാണ്. മതിലിൻ്റെ മുകളിൽ പിടിച്ച് കയറ്റിയത് അയാൾ മതിലിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നടക്കണമെന്ന് ഇവരോട് പറയാൻ വേണ്ടിയിട്ടാണ്. എത്ര സാഹസപ്പെട്ടാണ് എൻ്റെ മുകളിൽ കയറ്റണം അവർ. അങ്ങനെ എല്ലാവരും കൂടി പിടിച്ച് മുകളിൽ കയറ്റി, എന്നിട്ട് അയാൾ അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് മുകളിൽ കയറി അയാളുണ്ടല്ലോ, അയാളൊക്കെ നോക്കി നിരീക്ഷിച്ചിട്ട് ഇപ്പുറത്തുള്ളവരെ നോക്കിയിട്ട് ഒരു ചിറി ഇരിച്ചിട്ട് അങ്ങോട്ടാണ് ചാടിയായിരുന്നു. ഇവരെ മറന്ന് അങ്ങോട്ട് ചാടിയായിരുന്നു. അതേപോലെയാണ് ഇപ്പോൾ ഈ ചെയ്തത്. ഇയാൾ രക്ഷപ്പെട്ട് ജയിലിൻ്റെ പുറത്തേക്ക് വന്നോട്ട് ഓടിയിട്ട് ഇങ്ങോട്ടൊക്കെ ചിരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് മൂപ്പര് അതിലേക്ക് പോയി എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ വിഷയം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വദ്ദക്കറ ബഅദ ഉമ്മത്തിന് ശേഷം മൂപ്പര് എന്ത് ചെയ്യാണ്, ആലോചിക്കണം. ആ ആലോചന ചെറിയൊരു ആലോചന അല്ല അത്. അതാണ് അവിടെ അള്ളാഹു ഇദ്ദക്കറ എന്ന് പറഞ്ഞത്. ബഅദ ഉമ്മത്ത് എന്താ ഈ ഉമ്മത്ത്? വിശുദ്ധ ഖുർആനിൽ ഉമ്മത്ത് വന്നിട്ടില്ല കുറേ പ്രാവശ്യം. നമ്മൾ ഉമ്മത്ത് എന്താ, തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്ത് അല്ലേ. അവിടെ ഉമ്മത്ത് എന്താ, സമുദായം അല്ലേ, സമുദായം. പിന്നെ ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മത്തായിരുന്നു എന്നാണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നന്മകൾ സമ്മേളിച്ച മഹാൻ എന്നാണ്. നന്മകൾ സമ്മേളിച്ച മഹാൻ എന്ന അർത്ഥത്തിലാണ് ഉമ്മ. അതേപോലെ ഉമ്മത്ത് പല ആശയത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇല്ല ഉമ്മമുൻ അംസാലുക്കും എന്ന് പറഞ്ഞില്ലേ, ആരെക്കുറിച്ച് പറഞ്ഞത്? പിന്നെ ഒമാ മിൻ ദാബത്തിൻ ഫിൽ അർദി വലാ ത്വാഇരിൻ യതീറു ബിജനാഹിഹി, ഭൂമിയിൽ ചരിച്ച് നടക്കുന്ന ജന്തുജീവികൾ. അതേപോലെ ഇരു ചിറകുകളിൽ പാറുന്ന പറവകൾ. ഇതൊക്കെയും ഇല്ല ഉമ്മമുൻ അംസാലുക്കും നിങ്ങളെപ്പോലുള്ളതായ ഉമ്മത്തുകളാണെന്ന് പറഞ്ഞത്. അവിടെ ഉമ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സമുദായങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സഫുകൾ, കൂട്ടങ്ങൾ എന്നൊക്കെ അർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ പല പ്രയോഗങ്ങളിൽ ഉമ്മത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഉമ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫത്രത്തും മിനസ്സമൻ, കാലം എന്നർത്ഥമാണ്. കാലം, കുറച്ച് കാലം. ഉമ്മ എന്നുള്ളത് അതിനും പറയും. അപ്പോൾ ഇവിടെ വദ്ദക്കറ ബഅദ ഉമ്മത്തിന് പറഞ്ഞെങ്കിൽ കാലങ്ങൾക്ക് ശേഷം, കാലങ്ങൾക്ക് ശേഷം ഓർത്തു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ ഈ അറബി പദങ്ങളുടെ പ്രത്യേകതകൾ ഉണ്ടല്ലോ, അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട. ഇല്ല എങ്കിൽ മഹാ അപകടങ്ങളിൽ പെടും.
ഇപ്പോൾ ഇവിടെ ഉമ്മത്തിൻ എന്ന് പറഞ്ഞാൽ സമുദായം എന്നർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ വദ്ദക്കറ ബാദ ഉമ്മത്തിൻ, സമുദായത്തിന് ശേഷം ഓർത്തു എന്ന് പറയുമ്പോൾ അത് തെറ്റല്ലേ? തെറ്റാണ്. അവിടെ പിന്നെ കുറച്ച് കാലങ്ങൾക്കപ്പുറം ഓർത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ എന്തെങ്കിലും ഉമ്മത്ത് വരും. പലയിടത്തും അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം നിക്കാഹ്, എന്താ നിക്കാഹ് നമ്മൾ സാധാരണ അർത്ഥം പറയാം? നിക്കാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അർത്ഥം പറയൽ വിവാഹം കഴിക്കണേന്ന് പറയും അല്ലേ? വിവാഹ ഉടമ്പടിക്ക് അഖ്ദുൻ നിക്കാഹിന് പറയും അല്ലേ? അതേസമയം നിക്കാഹ് എന്ന് പറയും പിന്നെ ഇപ്പോൾ യസ്അലൂനക മഹീദ്, ഋതുരക്തത്തെക്കുറിച്ച് ചോദിക്കുന്നു. ഖുൽ ഹുവ അദൻ, ഋതുരക്തം അത് നജസാണ്. അതുകൊണ്ട് തന്നെ ഫലാ തഖ്റബൂഹുൻ ഹത്താ യതുഹുർന, സ്ത്രീകളെ നിങ്ങൾ ഋതുമതികളായിരിക്കെ പിന്നെ പ്രാപിക്കരുത് എന്ന് പറയാണ്. കാരണം ഋതുരക്തം നജസാണ്. ഇവിടെ ഇതിൻ്റെ വിഷയത്തിൽ കാണാം, യഹൂദികൾ സ്ത്രീകൾക്ക് ഹൈലുണ്ടായാൽ, സ്ത്രീകൾ ഋതുമതികളായാൽ ലാ യുആകിലൂഹുന്ന വലാ യുശാരിബൂഹുന്ന വലാ, പിന്നെ അവരോടൊത്ത് തിന്നുമായിരുന്നില്ല, അവരോടൊത്ത് കുടിക്കുമായിരുന്നില്ല. മാത്രമല്ല വീട്ടിൽ നിന്ന് പുറത്ത് വെക്കുമായിരുന്നു എന്നാണ്. സ്ത്രീകൾ പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ ആ പീരീഡിൻ്റെ കാലത്ത് സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്താണ് നിർത്തുക യഹൂദികൾ. അപ്പോൾ പിന്നെ ആയത്തിറങ്ങി ഈ വിഷയത്തിൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടൊത്ത് കഴിക്കുന്നതിൽ പ്രശ്നമല്ല, കുടിക്കുന്നതിൽ പ്രശ്നമല്ല, വീട്ടിലവർ പാർക്കണതിന് പ്രശ്നമല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവരോടൊത്ത് നിങ്ങൾക്ക് എന്തും ചെയ്യാം. മാ ഖലൻ നിക്കാഹ്. എന്താ മാ ഖലൻ നിക്കാഹ്? നിക്കാഹ് ഒഴിച്ച് എന്നാണ്. എന്താ ഈ മാ ഖലൻ നിക്കാഹ്? അവിടെ നിക്കാഹ് ഒഴിച്ച് എന്ന് പറഞ്ഞെങ്കിൽ എന്താ ഉദ്ദേശം? ഋതുമതിയായ പെണ്ണിനെ വിവാഹ ഉടമ്പടി ചെയ്യാൻ പാടില്ല എന്നല്ല, വിവാഹം കഴിക്കാൻ ഋതുമതിയായിരിക്കെ. പക്ഷെ പാടില്ലാത്തത് എന്താണ്? നിക്കാഹാണ്. ലൈംഗികമായിട്ട് പ്രാപിക്കുക എന്നുള്ളതാണ് പാടില്ലാത്തത്. പക്ഷെ എല്ലായിടത്തും നിക്കാഹിന് അങ്ങനെ ലൈംഗികമായിട്ട് പ്രാപിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നിക്കാഹിന് അർത്ഥമാണ്. അതേസമയം ഇപ്പോൾ വലാ തൻകിഹൂ മാ നകഹ ആബാഉകും മിനൻ നിസാ ഇന്നഹു കാന ഫാഹിശതൻ വമഖ്തൻ വസാഅ സബീല. എന്താ? വലാ തൻകിഹൂ മാ നകഹ ആബാഉകും മിനൻ നിസാ, നിങ്ങളുടെ പിതാക്കൾ വിവാഹം കഴിച്ച സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. വലാ തൻകിഹൂ, നിക്കാഹ് കഴിക്കരുത് എന്നുണ്ടെങ്കിൽ എന്താ അവിടെ അർത്ഥം? വിവാഹ ഉടമ്പടിയാണോ അതല്ല പ്രാപിക്കലാണോ? അതേപോലെ തന്നെ വലാ തൻകിഹൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? വിവാഹം കഴിക്കരുത്. ഓക്കെ. മാ നകഹ ആബാഉകും മിനൻ നിസാ, നിങ്ങളുടെ വാപ്പാർ നിക്കാഹ് ചെയ്ത സ്ത്രീകളെന്ന് പറഞ്ഞെങ്കിൽ അവിടെ എന്താ നിക്കാഹ് കൊണ്ട് ഉദ്ദേശം? ഒരു വ്യക്തി ഒരു സ്ത്രീയെ വിവാഹ ഉടമ്പടി നടത്തി, നിക്കാഹ് കഴിഞ്ഞു, വീട് കൂടിയില്ല, അറയിൽ കൂടിയില്ല. ആ സ്ത്രീ എന്ത് ചെയ്തു? നിക്കാഹ് ചെയ്തിട്ട് പിന്നെ തലാഖ് ചെയ്തു. വീട് കൂടുന്നതിന് മുമ്പ് ആ സ്ത്രീയെ മകന് കല്യാണം കഴിക്കാൻ പറ്റുമോ? അവിടെ നിക്കാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വിവാഹ അഖ്ദാണ്. വലാ തൻകിഹൂ, നിങ്ങൾ വിവാഹം കഴിക്കരുത്. മാ നകഹ ആബാഉകും, നിങ്ങളുടെ പിതാക്കൾ നിക്കാഹ് ചെയ്ത സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീ എന്നല്ല, വീട് കൂടിയ സ്ത്രീ എന്നല്ല അർത്ഥം. പിന്നെ വിവാഹ ഉടമ്പടി നടത്തിയിട്ടുണ്ടെങ്കിൽ ഖലാസ്, വിവാഹ ഉടമ്പടി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. അവിടെ നിക്കാഹ് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ്? അഖ്ദാണ്, വിവാഹ ഉടമ്പടിയാണ്. പിന്നെ പണ്ഡിതന്മാർ പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു കാന ഫാഹിശതൻ, പിന്നെന്താണ്? വമഖ്തൻ, പടച്ചവൻ്റെ കഠിന കോപമാണ്. വസാഅ സബീല, ഉണ്ടോ? വസാഅ സബീല. വ്യഭിചാരത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. ഫാഹിശതൻ വസാഅ സബീല. ഒരാൾ വ്യഭിചരിക്കുക, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. വ്യഭിചരിക്കുക, ഒരാൾ പിതാവ് വിവാഹം കഴിച്ച സ്ത്രീയെ വിവാഹം കഴിക്കുക, വിവാഹ ഉടമ്പടി ചെയ്ത സ്ത്രീ വിവാഹം കഴിക്കുക, നിക്കാഹ് കഴിക്കുക. വിവാഹ ഉടമ്പടി നടന്നിട്ടുള്ളൂ, പക്ഷേ പിതാവ് എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ തലാഖിലിട്ടുണ്ട്. ആ സ്ത്രീയെ ഒരാൾ നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ സിനയേക്കാൾ കടുത്ത കുറ്റാണ്. കാരണം സിനയെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ്? ഫാഹിഷതൻ വസാഅ സബീല. പക്ഷേ പിതാവ് നിക്കാഹ് കഴിച്ച സ്ത്രീയെ നിക്കാഹ് കഴിക്കാന്ന് പറഞ്ഞെങ്കിൽ അത് ഫാഹിഷത്തുമാണ്, സാഅ സബീലാണ്, പിന്നെ എന്തും കൂടിയാണ്? മഖ്തൻ, അതും കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പിന്നുണ്ടല്ലോ അറബി പദപ്രയോഗങ്ങളുടെ പ്രത്യേകതയാണ്. നിക്കാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഉദാഹരണം. അതിന് നിക്കാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ ഭാര്യയെ ലൈംഗികമായി പ്രാപിക്കുന്നതിന് പറയും, വിവാഹ ഉടമ്പടി നടത്തുന്നതിന് പറയും. പക്ഷേ ആ പദം വന്ന സന്ദർഭം നോക്കി അവിടെ ആ പദത്തിന് എന്താണോ ചേർന്ന് അർത്ഥം അതാണ് വെക്കേണ്ടത് എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വദ്ദകറ ബഅദ ഉമ്മത്തിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലങ്ങൾക്ക് ശേഷം, ഫത്രത്തും മിന സമൻ, കാലത്തിന് ശേഷം, ഇദ്ദക്കറ
ഓർക്കുകയും ചെയ്ത വ്യക്തി പറഞ്ഞു. വഖാലല്ലദീ നജാ മിൻഹുമാ വദ്ദക്കറ ബഅദ ഉമ്മത്തിൻ. എന്താ പറഞ്ഞത്? അന ഉനബ്ബിഉകും ബിതഅ്വീലിഹി ഫഅർസിലൂൻ. ഞാൻ ഉനബ്ബിഉകും നിങ്ങൾക്ക് പറഞ്ഞു തരാം, ബിതഅ്വീലിഹി, ബിതഅ്വീലി രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. ബിതഅ്വീലി രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. പക്ഷേ എന്ത് വേണം? ഫഅർസിലൂൻ. ഫഉൽ ഫസീഹാൻ. അത് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ എന്ത് വേണം? നിങ്ങളെന്നെ സമ്മതിക്കണം. എനിക്ക് നിങ്ങളെന്ത് ചെയ്യണം? ജയിലിൽ പോകാനുള്ള പെർമിഷൻ തരണം. ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ വിഷയം ഉണ്ടല്ലോ. എന്നെ നിങ്ങൾ കേൾക്കണം, എന്നിട്ട് ഞാൻ പറയണത് നിങ്ങൾ സമ്മതിക്കണം. അതാണ് ഫഅർസിലൂൻ. നിങ്ങളെന്നെ നിയോഗിക്കണം, അയക്കണം. അർസിലൂനി എന്നാണ്, എന്നെ നിങ്ങൾ അയക്കണം. അർസിലൂനി. രാജാവിനോടും പിന്നെ അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോടും ഇയാൾ പറയാണ് ഫഅർസിലൂൻ. അതിനാൽ നിങ്ങൾ എന്നെ അയക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കഥ ഉണ്ടല്ലോ, അറിയാനുള്ള ഭാഗങ്ങളാണ് ഇവിടെ ഉണർത്തുന്നത്. രാജാവ് ശരിക്കും ഈ സ്വപ്നം കണ്ടപ്പോണ്ടല്ലോ, രാജാവ് ആകെ വേർത്തിക്കണ്, ഉപരാകെ പരാവശായിക്കണ്. അതുകൊണ്ടാണ് അവിടെ ഈ പിന്നെ ഇൻകുന്തും ലിറുഇയ തഅബുറൂൻ എന്നൊക്കെ പറഞ്ഞത്. ഇൻകുന്തും തഅബുറൂന ലിറുഇയ എന്ന് പറയാതെ റുയ്യനെ മുന്തിപ്പിച്ചത് എന്തിനാണ്? ആ റുയ്യ രാജാവിനെ കുറച്ച് ഇളക്കുണ്ടാക്കിയൊരു വിഷയമാണ്. അതുകൊണ്ട് റുയ്യൻ്റെ പ്രാധാന്യം അതുകൊണ്ടാണ് ഇതിനെ മുന്തിപ്പിച്ചതെന്ന് പറയുന്നു. ഏതായാലും രാജാവ് നിയോഗിച്ചു. ഈ വ്യക്തി ജയിലിലേക്ക് പോയി, യൂസുഫുമായിട്ട് സന്ധിച്ചു. ഇനി എന്താണ്? യൂസുഫ് അയ്യുഹ സിദ്ദീഖ് അഫ്തിനാ ഫി സബ്ഇ ബഖറാത്തിൻ സിമാനി യഅകുലുഹുന്ന സബ്ഉൻ ഇജാഫ് വസബ്ഇ സുംബുലാത്തിൻ ഖുദ്രിൻ വഉഖറ യാബിസാത്ത് ലഅല്ലി അർജിഉ ഇലൻ നാസി ലഅല്ലഹും യഅലമൂൻ. അവിടെ അദ്ദേഹം ജയിലിലെത്തി. എന്നിട്ട് അദ്ദേഹം വിളിക്കണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിക്കണം. പക്ഷെ അദ്ദേഹം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രത്യേകമാക്കിയിട്ട് അഭിസംബോധന ചെയ്യുന്നതാണെന്ത്? അയ്യുഹ സിദ്ദീഖ്, അല്ലയോ സിദ്ദീഖായവരെ. സിദ്ദീഖ് നിന്ന സിദ്ഖിൽ നിന്നല്ലേ, സിദ്ഖിൽ നിന്നാണ്. സിദ്ഖ് സത്യസന്ധതയാണ് അറിയിക്കുന്നത്. അത് ഖൗലിൽ, വാക്കിൽ, അതേപോലെ തന്നെ ഫിഅലിൽ, അതേപോലെ തന്നെ ഹാലിൽ, ഒരാളുടെ അവസ്ഥയിൽ ഒക്കെ സത്യസന്ധത നിയലിക്കുമ്പോഴാണ് ഒരാൾ സാദിഖാണത്, അല്ലേ? സാദിഖ്. അതതിൻ്റെ പൂർണ്ണ അളവിൽ ഒരാൾ അനുഭവിക്കുമ്പോൾ അറിയുമ്പോഴാണ് അയാൾ ആരാണ്? സിദ്ദീഖാണത്. ഇപ്പോൾ യൂസുഫ് അയ്യുഹ സിദ്ദീഖ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യൂസുഫിനെ കൂടെ നടന്നിട്ടറിയാം. അതുകൊണ്ടാണ് ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ എന്ന് അന്ന് പറഞ്ഞ് സ്വപ്നം കണ്ടപ്പോൾ പറഞ്ഞില്ലേ, അങ്ങേ ഞങ്ങൾ മുഹ്സിൻ, പെരുമാറ്റം മാന്യമായ സുഹൃതവാനായ ആളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്വപ്ന വ്യാഖ്യാനം പറയാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറഞ്ഞിട്ടല്ലോ, ആവശ്യപ്പെട്ട് പറഞ്ഞല്ലോ. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ജയിലിൽ കഴിഞ്ഞപ്പോൾ ജയിലിനുള്ളിൽ യൂസുഫിൻ്റെ സത്യസന്ധതയും പെരുമാറ്റമൊക്കെ വാക്കിലും പ്രവൃത്തിയിലും അവസ്ഥയിലൊക്കെ അനുഭവിച്ച ആളാണ് പിന്നെ ഈ വ്യക്തി. അദ്ദേഹത്തിന് അനുഭവമുണ്ട്. പിന്നെ അദ്ദേഹത്തിന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാക്കിലെ സത്യസന്ധത, അത് വേറൊരു അനുഭവമുണ്ട്. അതെന്താ? ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. ഇയാളോട് പറഞ്ഞത് എന്താ? ഇയാളോട് പറഞ്ഞത് രക്ഷപ്പെടും, കൊട്ടാരത്തിൽ നിങ്ങൾ രാജാവിനെ പിന്നെ സേവിക്കുന്ന, പാനം ചെയ്യുന്ന ജോലിയിൽ തുടരുമെന്നുള്ളതാണ്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ രണ്ട് നിലക്ക് അനുഭവിച്ചറിഞ്ഞ മനുഷ്യനാണ് ഇയാൾ. അതുകൊണ്ടാണ് യൂസുഫ് അയ്യുഹ സിദ്ദീഖ് എന്ന് അദ്ദേഹം ചെയ്യുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, മൂപ്പര് തല ചൊറിയാതെ മൂപ്പര് ചോദിക്കണമുണ്ട്, അന്നത് യൂസുഫ് ആയതുകൊണ്ട്. യൂസുഫ് അല്ലാത്ത വേറൊരാളായിരുന്നുവെങ്കിൽ ഇത്ര സ്പീഡ് ഒഴുക്കിൽ വന്ന് ചോദിക്കാൻ പറ്റൂല. കാരണം എന്താ? മൂപ്പരുടെ ഒരു മറവി കാരണത്താൽ അഴികൾ വർഷങ്ങൾ എണ്ണി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എത്ര തവണ പറഞ്ഞത്? ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, അതേപോലെ തന്നെ മിനൽ മുഹ്സിനീൻ എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ചും. ഇനി ഇതിൻ്റെ വ്യാഖ്യാനം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ പറയുമ്പോഴും അങ്ങനെയാണ്. ഞാൻ അവിടെ നിൽക്ക്, ആരാ അന്നൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് അത് ചെയ്തോ, എത്ര വർഷം ഞാനിവിടെ കെട്ടിക്കിടന്നു എന്നുള്ള വിജയമുണ്ടോ? അങ്ങനെയൊന്നും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് വന്നില്ലല്ലോ. കയ്യിൽ വരാം. ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് യൂസുഫ് അയ്യുഹ സിദ്ദീഖ് അഫ്തിനാ ഫി സബ്ഇ ബഖറാത്തിൻ,
7 ബക്കറകളുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് അഫ്തിന എന്ന് പറഞ്ഞാൽ ഫത്വ തരൂ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം തരൂ. ആ ബക്കറാത്ത് സിമാനിൻ എന്താണ് തടിച്ചവയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഒരു ഇതൊക്കെ പറഞ്ഞാണ് സിമാൻ സമീൻ എന്നുള്ളതൊക്കെ പറഞ്ഞാണ്. ഫിസബി ബക്കറാത്തിൻ സിമാനിൻ യഅ്കുലുഹുന്ന സബ്ഉൻ ഇജാഫ്. യഅ്കുലുഹുൻ അവയെ തിന്നുന്നു സബ്ഉൻ ഇജാഫ് 7 ഇജാഫ്. ഇജാഫ് എന്നാണ് നമ്മൾ പറഞ്ഞത് മെലിഞ്ഞ പശുക്കൾ. ചില ആളുകളെ സൂറത്ത് യൂസുഫിനെ ഭയങ്കര സൂക്ഷ്മമായ വായനയാണ്, അല്ലെ പ്രയോഗങ്ങൾ കാര്യങ്ങളൊക്കെ. അതിൽ ഈ സൂറത്ത് യൂസുഫിൽ 3 ഉണ്ടല്ലോ, 3 എന്ന് പറയുന്ന എണ്ണം, ഈ അതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ട്. അതിലാണ് ഇപ്പോൾ സൂറത്ത് യൂസുഫിൽ 3 മൃഗങ്ങളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. 3 മൃഗങ്ങൾ പ്രതിപാദ്യം 3 എണ്ണമാണ്. ഏതാ 3 മൃഗങ്ങൾ പറഞ്ഞേ? ഒന്ന് ചെന്നായ, അല്ലേ? പിന്നൊന്ന് തൈർ, ആടും എരുമയൊന്നുണ്ട് ഇല്ലേ? തൈർ പക്ഷി. പിന്നൊന്ന് ബക്കറ, അല്ലേ? ദീപ് എത്ര പ്രാവശ്യം പറഞ്ഞു സൂറത്ത് യൂസുഫിൽ? ദീപിന് എത്ര പ്രാവശ്യം പറഞ്ഞു? ആയത്തൊന്ന് മതിയാക്കാണി. പിന്നെ അഖാഫു യഅ്കുലഹു ദീബു, യൂസുഫിനെ ചെന്നായ തിന്നുമെന്ന് ഞാൻ ഭയക്കുന്നു, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ അവർ ലഇൻ അകലഹു ദീബു, യൂസുഫിനെ ചെന്നായ തിന്നാൽ, പിന്നെ ദഹബ്നാ നസ്തബിഖു വതറക്നാ മതഅനാ ഇൻദ യൂസുഫ് ഫഅകലഹു ദീബു, യൂസുഫിനെ ചെന്നായ തിന്നു. അപ്പോൾ നോക്കിയേ, ചെന്നായ എന്നുള്ളത് 3 പ്രാവശ്യം വന്നു, മനസ്സിലായോ? ആ 3 പ്രാവശ്യവും ചെന്നായ തിന്നു. കുലുഹുദ്ദീബ്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം വേണ്ട പേടി, ചെന്നായ തിന്നുമോ എന്ന പേടി. പിന്നെ അങ്ങനെ ചെന്നായ തിന്നാൽ എന്ന മക്കളുടെ പ്രതികരണം, പിന്നെ ചെന്നായ തിന്നു എന്നുള്ള മക്കളുടെ വിധി ഉണ്ട്. അത് ഉണ്ടല്ലോ 3 പ്രാവശ്യം ദീബ് എന്ന പദം വന്നു. ആ 3 തവണയും തീറ്റയുമായി ബന്ധപ്പെട്ട്. ഇനി ഇവിടെ ദീബിനെ കുറിച്ച് പറഞ്ഞ് അത് തീറ്റയുമായി ബന്ധപ്പെട്ട്. തൈറിനെ പറഞ്ഞ് അത് ഏതുമായി ബന്ധപ്പെട്ട? തൈറുമീൻ, പക്ഷി തിന്നുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? പശുവിനെ കുറിച്ച് പറഞ്ഞ്, പശുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? കുലുഹുന്ന സബൂൻ, കുലുഹുന്ന സബൂൻ ഇജാഫ് എന്നാണ്. ഈ തടിച്ച പശുക്കളെ മെലിഞ്ഞ പശുക്കൾ തിന്നുന്നു എന്നാണ്. അപ്പോൾ ഈ ജീവികൾ പറയപ്പെട്ടതൊക്കെ അത് 3 ജീവികളെയാണ് പറഞ്ഞത്. അതിൽ ചെന്നായ തന്നെയും 3 തവണ ആവർത്തിക്കപ്പെട്ടു. 3 ചെന്നായ പറഞ്ഞത് തീറ്റയുമായി ബന്ധപ്പെട്ടാണ്. മൃഗങ്ങൾ 3 പറഞ്ഞത് അത് 3 തീറ്റയുമായി ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ ചില ആളുകളുണ്ടല്ലോ, ഒരു അത്ഭുതകരമായ വായനയാണ്. അതിൽ പെട്ടതാണ് ഇപ്പോൾ സുജൂദ് ചെയ്തത് ഉണ്ടല്ലോ, സുജൂദ് ചെയ്തവരെ കണ്ടു. ആര്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. എത്ര പേരാ സുജൂദ് ചെയ്ത്? 3 കൂട്ടരാണ്. ഒന്ന് കൗക്കബ്, ഇന്നി റഅയ്തു അഹദ അശറ കൗക്കബൻ, അല്ലേ? പിന്നെ വശംസ്, പിന്നെ അൽ ഖമർ, അല്ലേ? ഖമർ. സുജൂദ് ചെയ്തവരെ കണ്ടത് 3 കൂട്ടരാണ്, അല്ലേ? അതേപോലെ തന്നെ പിന്നെ ഒരു 3 ഉണ്ട്. അതെന്താ അറിയോ? ഈ സ്വപ്നം കണ്ട സ്ഥലങ്ങൾ. സൂറത്ത് യൂസുഫിൽ സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആ സ്വപ്നം കണ്ട സ്ഥലങ്ങൾ, ഒന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീടാണ്. അതിനെക്കുറിച്ച് തഫ്സീറുകളിൽ ഹൈമ എന്നാണ് പറഞ്ഞത്. ഒരു സ്വപ്നം ഹൈമയിൽ വെച്ച് കണ്ട്. രണ്ടാമത് പറഞ്ഞ സ്വപ്നം കണ്ടത് എവിടുന്ന? ജയിലിൽ നിന്ന്. 2 പേര് സ്വപ്നം കണ്ടില്ലേ? അതെവിടെ വെച്ചാണ്? ജയിലിൽ വെച്ചാണ്. പിന്നെ 3ാമത്തെ സ്വപ്നം കൊട്ടാരത്തിൽ വെച്ച് രാജാവ് കണ്ട സ്വപ്നം ഉണ്ടോ? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നഷ്ടപ്പെട്ട മക്കൾ സൂറത്ത് യൂസുഫിൽ എത്ര മക്കളാ? 2 മക്കളാ? അല്ല, 3 മക്കളാണ്. ഒന്ന് യൂസുഫ്, അല്ലേ? യൂസുഫ്. പിന്നൊന്ന് ബിന്യാമീൻ. പിന്നൊന്ന് ഖാല കബീറുഹും അലം താലമു അന്ന അബാക്കും ഖദ അഖദ അലൈക്കും മൗസികം മിനല്ലാഹ് വഫഅൽതും ബിയൂസുഫ മാ ഫഅൽതും എന്ന് പറഞ്ഞല്ലേ. ഫലൻ അബ്റഹൽ അർള ഹത്താ യഅ്ദന ലി അബി എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ഞാൻ നാട്ടിൽ എവിടെയെങ്കിലും പോവുകയാണ്, വാപ്പ സമ്മതം തരുന്നവരെ ഇനി ഞാൻ വരില്ല, അല്ലെങ്കിൽ അള്ളാഹു എൻ്റെ കാര്യത്തിലൊരു വിധി പറയണം എന്നിട്ട് പോവുകയാണ്. കബീർ പോവുകയാണ്. ഈ 11 മക്കളിൽ മൂത്താൾ പോവുകയാണ്. അപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് യൂസുഫ് നഷ്ടപ്പെട്ടു, ബിന്യാമീൻ നഷ്ടപ്പെട്ടു, മക്കളിൽ മൂത്താൾ നഷ്ടപ്പെട്ടു. അങ്ങനെ അത് ആ ഒരു 3ൻ്റെ ഒരു വിഷയമുണ്ട്. പിന്നെ ഖമീസ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖമീസ്,
ഖമീസ് യൂസുഫ് എന്നുള്ളതിന് ഞാൻ പറഞ്ഞില്ലേ, നാടകത്തിൻ്റെ വിഷയമാണ്, സിനിമൻ്റെ വിഷയമാണ്, നോവലിൻ്റെ വിഷയമാണ്, കഥകളുടെ വിഷയമാണ് ഖമീസ് യൂസുഫ്. പല ഇതുമുണ്ട്. ഒരു തമാശ തന്നെ ഉണ്ട് എനിക്കൊന്നത്. യഹ്യ ഇബ്നു മഹ്ദി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, മൂപ്പര് ഔദാര്യവാനാണോ പിശുക്കനാണോ എന്ന്. നിങ്ങൾക്ക് വല്ലതും തരലുണ്ടോ എന്ന് ചോദിക്കാണ് ഒരു സാഹിത്യകാരനോട്. അയാൾ പിശുക്കനാണോ അല്ല ഔദാര്യവാനാണോ, നിങ്ങൾക്ക് വല്ലതും തരലുണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പോൾ പിന്നെ അയാൾ പറയാണ്, ഇബ്നു മഹ്ദിനെ കുറിച്ച് പറയാണ്, എന്താ പറയുന്നത് അറിയാം, ഇബ്നു മഹ്ദിൻ്റെ വീടിൻ്റെ തോട്ടം സൂചിയെ മുളപ്പിക്കുകയും അയാളുടെ വീടും മുറ്റവും സൂചിയാൽ നിറക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിരിക്കെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നബിമാരെ സാക്ഷികളും മലക്കുകളെ ഉത്തരവാദികളുമായിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കീറിയ കുപ്പായം തുന്നാൻ ഒരു സൂചി കടം തരുമോ എന്ന് ചോദിച്ചു വരികയാണ് എങ്കിൽ ആ സൂചി തരാത്ത ആളാണ് ഇബ്നു മഹ്ദി എന്ന് പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കി ആ ചിത്രീകരണം. അതായത് ഇയാളുടെ വീടിൻ്റെ പരിസരം, തോട്ടം സൂചിനെ മുളപ്പിക്കുകയാണ്. ആ വള, ഇയാളുടെ വീട് നിറയെ സൂചിയാണ്, മുറ്റം നിറയെ സൂചിയാണ്. അവിടേക്കാണ് ആര് വരുന്നത്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. എന്തുമായിട്ട്? യൂസുഫിൻ്റെ കീറിയ കുപ്പായം ഉണ്ടല്ലോ, ആ കീറിയ കുപ്പായമായിട്ട്. കൂടെ ആരുണ്ട്? നബിമാർ സാക്ഷികളായിട്ടുണ്ട്, മലക്കുകൾ ബുമന ഉത്തരവാദിത്വം ഏൽക്കാനുണ്ട്. എന്നിട്ട് യാക്കൂബ് നബിക്ക് വേണ്ടതാണ് ഒരു സൂചി. അതും മൂപ്പര് പിന്നെ വാങ്ങിയല്ല, പിന്നെ ഇത് തുന്നാനൊരു വാടകയ്ക്ക് നൗനൽ മാവ് എന്ന് പറഞ്ഞില്ലേ, വാടകയ്ക്ക് ഒരു സൂചി അല്പസമയത്തേക്ക് ഇതൊന്ന് തുന്നാൻ മാത്രം തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാത്ത ആളാണ് ഇബ്നു മഹ്ദി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ സൂറത്ത് യൂസുഫിൻ്റെ കഥകളും വിഷയങ്ങളും ഉണ്ടല്ലോ, ഒരു മഹാ സംഭവമാണ്. പലർക്കും പല വിഷയങ്ങളിലും. ഇവിടെ ഖമീസ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖമീസ് 3 കാര്യങ്ങളിൽ. ഒന്ന്, ഇത് ദലീലാണ്. പിന്നൊന്ന്, ഇത് ഷാഹിദാണ്. പിന്നെ ഈ ഖമീസ് അത് ഷിഫ ആണ് എന്നാണ്. ദലീൽ എന്നുണ്ടെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖമീസ് എങ്ങനെയാണ് ദലീലായത്? ചെന്നായി തിന്നു എന്നുള്ളതിന് തെളിവ് വാപ്പാക്ക് കാണിച്ചു കൊടുത്തത് എന്തിനാണ്? ഈ കുപ്പായത്തിന് അതിൽ വ്യാജ രക്തം പുരട്ടിയിട്ട് ചെന്നായി തിന്നു കണ്ടോ, കുപ്പായത്തിൽ എന്തുണ്ട്, രക്തം ഉണ്ടെന്ന് കാണിച്ചില്ലേ. അപ്പോൾ യൂസുഫിൻ്റെ കുപ്പായം ചെന്നായി തിന്നു എന്നതിന് ദലീലായിരുന്നു. പിന്നെ യൂസുഫിൻ്റെ ഖമീസ് ഷാഹിദായത് എങ്ങനെ? പിന്നെ യൂസുഫ് ആണോ കുറ്റക്കാരൻ അതല്ല സുലൈഖയാണോ കുറ്റക്കാരി അതറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഒരാൾ സാക്ഷി പറഞ്ഞ് കുപ്പായം മുന്നിൽ നിന്നാണോ കീറിയത് അതല്ല പിന്നിൽ നിന്നാണോ കീറിയത് നോക്കുക. മുന്നിൽ നിന്നാണ് കീറിയത് എങ്കിൽ യൂസുഫ് കുറ്റക്കാരൻ, പിന്നിൽ നിന്നാണ് കീറിയത് എങ്കിൽ അവൾ കുറ്റക്കാരി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് ഖമീസ് ഷാഹിദാണ്, സാക്ഷിയാണ്. പിന്നെ ഷിഫ എന്ന് പറഞ്ഞെങ്കിൽ ഈ ഖമീസാണ്, യൂസുഫിൻ്റെ ഖമീസാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഖത്തിട്ടപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടുകയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സുഭിക്ഷമായ നാളുകളും വരുന്നത്. ഇങ്ങനെ പല വിഷയങ്ങളിൽ അതിൽപ്പെട്ടതാണ് ഈ ശിക്ഷകൾ. ഈ സൂറത്ത് യൂസുഫിൽ ജയിൽ ശിക്ഷ പറഞ്ഞ് അല്ലേ, ജയിൽ ശിക്ഷ. അതുകൊണ്ടാണല്ലോ പിന്നെ ഇവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലടക്കപ്പെട്ടത്. അതേപോലെ തന്നെ ഈ 2 പേരും ജയിലടക്കപ്പെട്ടത്. അതേപോലെ തന്നെ സൂറത്ത് യൂസുഫിലെ ശിക്ഷയാണ് പിന്നെ സൽബ്, ക്രൂശീകരണം. പിന്നെ ഈ സൂറത്ത് യൂസുഫിൽ മറ്റൊരു ശിക്ഷ പറയുന്നുണ്ട്. അതെന്താ? ജസാഉഹു ഫഹുവ ജസാഉ എന്ന് പറയുന്നില്ലേ. അതായത് പിന്നെ ബന്ദിയാക്കപ്പെട്ടത് ആരെ? ബിനിയാമീനെ. രാജാവിൻ്റെ പാനപാത്രം അല്ലെങ്കിൽ അളവ് പാത്രം നഷ്ടപ്പെട്ടപ്പോൾ ആരുടെ പിന്നെ കിഴിയിൽ നിന്നാണ് അത് കിട്ടിയത്, അവൻ ബന്ദിയാക്കപ്പെടുക എന്നുള്ളതാണെന്ന് പറഞ്ഞത്. അപ്പോൾ നോക്കിയേ, ഈ 3 ശിക്ഷകളാണ് അവിടെ പറയുന്നത്, സൂറത്ത് യൂസുഫിൽ പറയുന്നത്. അപ്പോൾ ഈ ശിക്ഷകൾ 3 ഖമീസിൻ്റെ വിഷയം 3 ചെന്നായ, അതേപോലെ തന്നെ പറയപ്പെട്ട മൃഗങ്ങൾ 3 അവയുടെ പിന്നെ വിഷയം തിന്നുക എന്നുള്ളതും ഇങ്ങനെ 3 അതേപോലെ തന്നെ സ്വപ്നം കണ്ട സ്ഥലങ്ങൾ അത് 3 അതേപോലെ സുജൂദ് ചെയ്തവർ 3 നഷ്ടപ്പെട്ട മക്കൾ 3 ഇങ്ങനെ സൂറത്ത് യൂസുഫിനെ വേറെ വിഷയങ്ങളുണ്ട് പിന്നെ പഠിച്ച് എഴുതിയവരുണ്ട്. നമ്മൾ തഫ്സീറുകൾ വായിക്കുമ്പോൾ ഇതൊക്കെ ഈ സൂറത്ത് യൂസുഫുമായി ബന്ധപ്പെട്ട് കുറേ അത്ഭുതങ്ങൾ. അതേപോലെ തന്നെ ഇവിടെ ഈ സബ് നോക്കി നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ എത്രയോ സബകളുണ്ട് ഇല്ലേ. അതിൽ കുറേ സബ ഇവിടെ യൂസുഫിലാണ്. ഇവിടെ പിന്നെ എന്താ വിശുദ്ധ ഖുർആനിൽ സബ 7 വാനങ്ങൾ അല്ലേ, സബ സമാവാത്ത്. പിന്നെ സബ
മസല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ 7 കതിർക്കുലകൾ എന്ന് പറഞ്ഞു. പിന്നെ വസബഅതുൻ ഇദാ റജഅതും അല്ലേ, ഹജ്ജിൻ്റെ വിഷയത്തിൽ പറഞ്ഞില്ലേ 10 നോമ്പ് എടുക്കണം എന്ന് പറഞ്ഞ് അതിൽ 7 എണ്ണം ഹജ്ജ് പിന്നെ 3 എണ്ണം ഹജ്ജിൻ്റെ നാളുകളിൽ 7 എണ്ണം മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നോമ്പ് എടുക്കുന്ന വിഷയം പറഞ്ഞു. പിന്നെ സബഅ പറഞ്ഞില്ലേ, സബഅത്ത് അബ്ഹുറിൻ 7 സമുദ്രങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ, അതേത് വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കലിമത്തുകൾ എഴുതുവാനുള്ള മഷി അത് 7 സമുദ്രങ്ങളായാലെന്ന് പറഞ്ഞില്ലേ. പിന്നെ സബഅ സമാവാത്ത് നമ്മൾ പറഞ്ഞില്ലേ, സപ്തമാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ സബഅ പറഞ്ഞാൽ എന്താ, സബഅ ലയാലിൻ വ സമാനിയത അയ്യാമിൻ 7 രാവുകൾ അടിച്ചു വീശിയ കാറ്റ് ആരുടെ, ആദ് ഗോത്രത്തിൽ നശിപ്പിക്കാനുള്ള. പിന്നെ അതേപോലെ പിന്നെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ എണ്ണം യഖൂലൂന സബഅത്തും വസാമിനുഹും കൽബുഹും, സബഅത്തുൻ വസാമിനുഹും കൽബുഹും എന്ന് പറഞ്ഞു. അവർ 7 പേരായിരുന്നു, 8ാമത്തേത് അവരുടെ അക്രമക്കമുള്ള നായയായിരുന്നു എന്ന് പറഞ്ഞ്. പിന്നെ അതേപോലെ കുറേ വിഷയങ്ങളില്ലേ സബ് 7മായി ബന്ധപ്പെട്ട്. അതിൽ ഇവിടെ കുറേ 7കൾ ഇവിടെയാണ്. അതാണ് സബഅ ബഖറാത്ത് സിമാൻ, പിന്നെ സബഅ ബഖറാത്തുൻ ഇജാഫ്, പിന്നെ സബഅ സുംബുലാത്തുൻ ഖുദർ, പിന്നെ 7 എണ്ണം പിന്നെ ഉണങ്ങിയ കതിരുകൾ ഉണ്ടാവും. അപ്പോൾ നോക്കി നിങ്ങൾ സൂറത്ത് യൂസുഫിൽ ഇങ്ങനെ കുറേ പ്രത്യേകതകൾ അതിൻ്റെ ഈ പ്രയോഗങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ടു. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. അലാ കുല്ലി യൂസുഫ് അയ്യുഹ സിദ്ദീഖു അഫ്തിനാ ഫീ സബ്ഇ ബഖറാത്തിൻ സിമാനി യഅകുലുഹുന്ന സബ്ഉൻ ഇജാഫ് വസബ്ഇ സുംബുലാത്തിൻ ഖുദ്രിൻ വ ഉഖറ യാബിസാത്ത്. ഇത് നമ്മൾ ഒക്കെ പറഞ്ഞാണ്. ഇതിൽ വ്യാഖ്യാനം പറഞ്ഞു തരൂ എന്നാണ്. ലഅല്ലി അർജിഉ ഇലന്നാസ്, എന്താ ലഅല്ലി അർജിഉ ഇലന്നാസ്, ഞാൻ ആളുകളിലേക്ക് മടങ്ങിയേക്കും. അവിടെ ലഅല്ലി പ്രയോഗിച്ചു. ലഅല്ലഹും യഅലമൂൻ, അവർ മനസ്സിലാക്കുകയും ചെയ്തേക്കും, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇവിടെ ലഅല്ല എന്ന് പറഞ്ഞാൽ വേണ്ടി എന്ന അർത്ഥത്തിന്, ഇവിടെ ലഅല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടങ്ങിയേക്കും എന്നർത്ഥത്തിൽ. ഇവിടെ നോക്കി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ സ്വപ്നത്തിനുള്ള ഈ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും, ആളുകളിലേക്ക് മടങ്ങും. അവിടെ രാജാവുണ്ട്, അവിടെ പ്രമുഖരുണ്ട്, പിന്നെ ആളുകളുണ്ട്. രാജാവിൻ്റെ സ്വപ്നത്തിൻ്റെ വിഷയത്തിൽ ഇതിൻ്റെ വിഷയം അറിയാൻ വേണ്ടിയുള്ള കൗതുകത്തിൽ നിൽക്കുകയാണ് എല്ലാവരും. അതുകൊണ്ട് ആ ആളുകളിലേക്ക് ഞാൻ മടങ്ങും എന്നാണ് അർജിഉ ഇലന്നാസ്. അതിന് മുമ്പിൽ ലഅല്ലി എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് ലഅല്ലി പറഞ്ഞത്? അതൊരു പിന്നെ ഇഹ്തിയാത്തിൽ എന്നാണ്. ഇഹ്തിയാത്ത് എന്ന ഒരു മുൻകരുതൽ ഉണ്ട്. കാരണം എന്താ, ഇത് ജയിലിൻ്റെ ഉള്ളിലാണ്. ജയിലിൻ്റെ ഉള്ളിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് എന്ത് ചെയ്യാണ്, സന്ധിച്ചിട്ടാണ് ഈ സംസാരം. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ കടന്നു പോലൊന്നും പെട്ടെന്ന് ഇറങ്ങുക എന്നുള്ളത് ഉണ്ടായിക്കൊള്ളുന്നില്ല, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എത്ര കാലം കടന്ന്, വർഷങ്ങൾ കടന്നിട്ട് വല്ല അന്വേഷണം ഉണ്ടോ? ആരാണ് അപരാധി അല്ലെങ്കിൽ ആരാണ് നിരപരാധി, എന്തെങ്കിലും ഒരു അന്വേഷണം ഉണ്ടോ? അങ്ങനെയായിരുന്നെങ്കിൽ യൂസുഫ് എത്ര കാലം ഇവിടെ കിടക്കുമോ? ഇനി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിലാണെങ്കിൽ തന്നെയും ഇത്രയും നാളുകൾ ഇങ്ങനെ കിടക്കുമോ? അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇയാൾക്ക്, അദ്ദേഹത്തിന് തന്നെ ഒരു ഉറപ്പില്ല ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോകുക എന്നുള്ളത്. അതുകൊണ്ടാണ് ലഅല്ലി അർജിഉ ഇലന്നാസ് എന്ന് അദ്ദേഹം ഒരു കരുതൽ എന്ന രീതിയിൽ പ്രയോഗിച്ചത് എന്നാണ് പറയുന്നത്. ലഅല്ലി അർജിഉ ഇലന്നാസ് ലഅല്ലഹും യഅലമൂൻ. ഇവിടെ ലഅല്ല എന്ന് പറഞ്ഞെങ്കിൽ വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ, താലീലിന് വേണ്ടി, അവർ അറിയുന്നതിന് വേണ്ടി. അപ്പം ഇനി എന്ത് ചെയ്യാണ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിൻ്റെ വ്യാഖ്യാനം പറയണം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വ്യാഖ്യാനത്തിൽ പരിമിതപ്പെടുന്നില്ല, ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പരിമിതപ്പെടുന്നില്ല. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു വഹി കൊടുത്തിട്ട് പറയിക്കുകയാണല്ലോ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ശരിക്ക് പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വ്യക്തിത്വത്തെ അറിയിക്കും വിധം, പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഴിവും നൈപുണ്യവും അറിയിക്കും വിധം ഈജിപ്തിലെ ജനതയ്ക്ക് എന്ത് സംഭവിക്കാനിരിക്കുന്നു ആ വിഷയം ഒക്കെ പറയണം. അതും തൻ്റെ എല്ലാ സ്വാർത്ഥതകളും മാറ്റിവെച്ചിട്ട്. ശരിക്കും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് യൂസുഫ് അലൈഹി ഇനി പറയാണ് കാല തസ്റഊന എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കണം, ചോദിച്ച മാത്രമേ പറഞ്ഞു കൊടുക്കണം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഡിമാൻഡ് വെക്കാം, ഞാൻ നിരപരാധിയാണ്, എത്ര കാലമായി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു, രാജാവ് വേണ്ട സ്വപ്നം ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞൂടെ, ശടിച്ചൂടെ? അല്ലെങ്കിൽ പറഞ്ഞൂടെ, ഞാൻ പറഞ്ഞു തരണമെങ്കിൽ എന്ത് ചെയ്യണം, എന്നെ ഇവിടെ നിന്ന് ഇറക്കണം. പിന്നെ പട്ടണത്തിലെ സ്ത്രീകളാകെ പാടി നടക്കുന്ന ഒരു വിഷയമുണ്ട്, അത് ഞാൻ നിരപരാധിയാണ് എന്നുള്ളത് തെളിയിക്കണം.
ഇതൊക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാംക്ക് പറയുന്നത്. പക്ഷെ തൻ്റെ സ്വാർത്ഥതകളെ മസ്ലഹ ഷഖ്സിയ അതിനൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു നാടിൻ്റെ ഒരു നാട്ടുകാരുടെ മുഴുവൻ നന്മയെ മുഖവിലൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇദ്ദേഹം ഈ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം വേദനയില്ല. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV ലൈറ്റ് ഫോർ ലൈഫ്.